വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നീച്ചിട്ട് കിടക്കണ ഒരു മുഖവും എന്താ പറയുക ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ കാണുന്നത്. ഇപ്പം നീച്ചേ ഉള്ളൂ. ഞാൻ നീച്ചിടുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലത്തെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. ഈ ദിവസം ഈ ദിവസം എന്നല്ല, ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ പൊതുവേ ഒരു മടിച്ചിയാണ്. എന്താ പറയുക, നേരെ വൈകിട്ടൊക്കെ നീക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഞാൻ ഒരു 6 മണിക്ക് നീച്ചു, പക്ഷെ നീച്ചിട്ട് പുറത്തേക്കൊന്നും പോയില്ല. ഫോണിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ കടന്നു കേട്ടോ. ഇന്നലെ പിന്നെ ഞാൻ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ആകെ എൻ്റെ കിളി പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ എൻ്റെ പണി പാളി എന്ന് പറയാമല്ലോ, അങ്ങനെയായിരുന്നു. തലവേദനയുടെ അധികമായിട്ട് ഒരു രക്ഷയുണ്ടാകുന്നില്ല, ആകെ പണി പാളി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് മുതൽ പുതിയൊരു തുടക്കം പോലെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ വലിയ സീനൊന്നുമില്ല, വലിയ പ്രശ്നം തോന്നണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഏട്ടനും കിച്ചും ഒന്നും നീച്ചിട്ടില്ല. അവർ രണ്ടുപേരും താഴെ ഇന്നിട്ട് കിടക്കണത്. കിച്ചു പിന്നെ ഏട്ടൻ്റെ അടുത്ത് കിടക്കുള്ളൂ, ഏട്ടൻ താഴെ ഇന്നിട്ട് കിടന്ന്. അപ്പോൾ തുമ്പിക്കുട്ടി ഞാനും ഇവിടെ മേലെയും കിടന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഇതാ നീച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാലും രാത്രിയൊക്കെ നല്ല ചൂടായിരുന്നു. പൊതുവേ വാർപ്പ് വീടായ കാരണം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ചൂട് നല്ലോണം അധികം. പിന്നെ മഴക്കാറ് വരുന്നുണ്ടെങ്കിലും മഴ അങ്ങനെ പെയ്യണമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ചൂടുണ്ടായിരുന്നു. ഇത് അടച്ചു പൂട്ടിയിട്ട് ഇങ്ങനെ ഇട്ടില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ജനലൊക്കെ ഞാനൊന്ന് തുറന്നിട്ട് നല്ലൊരു ശുദ്ധവായു കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നീച്ച് പുറത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പല്ല് തേക്കലിന് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി, എന്നിട്ട് പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ് കേട്ടോ നിൽക്കണത്. ഇത് കൂടെ ആണെന്നുണ്ടെങ്കിൽ വണ്ടികൾ പോയിട്ട് എനിക്ക് വോയിസ് പറയുന്ന മര്യാദയ്ക്ക് പറ്റണില്ല കേട്ടോ. അതിൻ്റെ ശബ്ദമൊക്കെ കൂടി അടിച്ച് കയറി ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളവരൊന്നും നീച്ചിട്ടില്ല. അപ്പും ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല, ട്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും നീച്ചിട്ടില്ല. രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അമ്മ പിന്നെ ജോലിക്ക് പോയി. അമ്മമ്മ അവിടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ, ഓരോ പണികളൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാനും പല്ലേക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം വെറുതെ ഇരിക്കാനല്ല, അവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കോഴിക്കൂടിൻ്റെ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ കോഴികൾ ഇങ്ങനെ കൂവുന്നുണ്ട്. അപ്പോൾ തുറന്ന് വിട്ടിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പേടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേവലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് നല്ലൊരു കൊത്തുന്ന ചേവലാണ് കേട്ടോ. എനിക്കൊക്കെ നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കണില്ല വെച്ചിട്ട് തുറക്കണില്ല. അവരുടെ അമ്മമ്മേനെ തുറന്നു വിട്ടോളൂ. അമ്മമ്മയാണ് അവരുടെ ആള്. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ടൊരു ഗ്ലാസ് പാൽ ചായയൊക്കെ എടുത്ത് കുടിച്ചു. ഞാനിപ്പോൾ ചായ വെച്ചേ ഉള്ളൂ കേട്ടോ. പാൽ ചായയൊക്കെ ഇപ്പോൾ വെച്ചോളൂ. ഫ്രിഡ്ജിൽ പാലിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് പാൽ ചായയും വെച്ചു. കുട്ടികൾക്കുള്ള പാലും ഒക്കെ മാറ്റി തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മറത്ത് വന്നിരുന്നിട്ട് ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചു. എൻ്റെ മൂക്കിൻ്റെ അതിനെയും കണ്ണിൻ്റെ അതിനൊക്കെ ശരിക്കും പോലെ നീരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല, എന്നാലും നീരുണ്ടായിരുന്നു. എന്താ പറയുക, തലവേദന കാരണം കൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു സൈഡ് വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മൂക്ക് നീച്ചിട്ടുണ്ട്. അപ്പോൾ നീച്ച പാടെ വന്ന് കണ്ടിട്ട് തുമ്പീനെ എടുത്തുകൊണ്ട് തുമ്പി കിച്ചും പിന്നെ അവിടെ നേരത്തെ നീച്ചിട്ടുള്ള ശീലമുള്ള കാരണം കൊണ്ട് അവരിവിടെ വന്നാലും നേരത്തെ നീക്കും. ഞാനും അതെ കേട്ടോ, അവിടെ നേരത്തെ നീച്ചിട്ട് എനിക്ക് ആ സമയമായപ്പോൾ ഞാൻ നീച്ചു, പക്ഷേ പുറത്തേക്ക് വന്നില്ല എന്നേ ഉള്ളൂ, അവിടെ തന്നെ കടന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഇതാണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വന്ന് ഈ കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവളിങ്ങനെ അടിച്ച് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇപ്പോൾ വോയിസ് പറയണത് നമ്മുടെ ചളവറ എത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വെൽഡിങ് പണിയെ തോന്നുന്നു നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുമാതിരി ശബ്ദമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് ദേഷ്യം വരികയാണ് വോയിസൊക്കെ പറയാൻ. പക്ഷേ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവരത്തിപ്പോൾ നിർത്തി വയ്ക്കാൻ പറയാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യണു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തുമ്പി കണ്ടില്ലേ, രാവിലെ തന്നെ നല്ലൊരു സ്മൈലൊക്കെ ആയിട്ട് നീച്ചാക്കണം. അല്ലെങ്കിൽ ഇന്നൊരു എന്താ പറയുക അളിഞ്ഞ മുഖം കൊണ്ടാണ് നീക്കുക കേട്ടോ, കരച്ചിലൊക്കെ ആയിട്ട്. അപ്പം ഇന്നിപ്പോൾ രണ്ടുപേർക്കും വലിയ സീനൊന്നും ഇല്ല. അപ്പം കണ്ടില്ല തുമ്പിയുടെ മുടി അമ്മ ഇങ്ങനെ കെട്ടി കൊടുത്താണ് കേട്ടോ, ഒരു ബണ്ണൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ കെട്ടണ്ട, അഴിച്ചതായോ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ച് കരയുകയാണ് കേട്ടോ. അപ്പോൾ അവൾ നോക്കി ലാസ്റ്റ് അത് ഇങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വേദനിക്കുന്നുണ്ട് തോന്നുന്നു, മുടിയൊക്കെ കൂടി വരണ്ടി പിടിച്ച് കെട്ടിയപ്പോൾ. അപ്പോൾ അവളത് അഴിച്ചു. എന്നിട്ട് ഇതാണ്ടില്ല, നമുക്ക് അപ്പോഴാണ് സമാധാനമായത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ
അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചും തുമ്പിയും കൂടിയിട്ട് ഇരുന്നിട്ട് കൊള്ളി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് പറ്റിയാണാവോ അതൊക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരതൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മുടെ കിച്ചുവിൻ്റെ പനിയൊക്കെ പമ്പാടന്നു കേട്ടോ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തി ഉണ്ടാക്കി, നല്ല ചീനി മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഏട്ടൻ പിന്നെ ടി വിയുടെ മുന്നിലാണ് കേട്ടോ. ഏട്ടൻ ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏട്ടനെ ഉമ്മർത്തിക്ക് വിളിച്ചാലൊന്നും ഏട്ടൻ വരില്ല. ഏട്ടൻ സിനിമ കണ്ടിട്ട് തന്നെ കൂടുതൽ സമയം അങ്ങനെ കളയും. കൂടുതലല്ല, ഫുൾ ടൈമും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിവിടെ ഉമ്മർത്ത് വന്നിരുന്നിട്ട് ഓരോ എന്താ പറയുക പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൊള്ളിയും ചമ്മന്തിയും കൂടി കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത്രയ്ക്ക് എരിവുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. മുളകിനേക്കാൾ കുറച്ചുകൂടി ഉള്ളി എടുത്താൽ കാരണം കൊണ്ട് നല്ല എരിവുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ തുമ്പിക്ക് കൊടുക്കുമ്പോൾ തുമ്പിയാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ കൊടുക്കുമ്പോൾ കുറച്ച് നേരത്തെ ഒരു 1-2 കഷ്ണം കഴിച്ചതിന് കേട്ടോ, പിന്നെ കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് തോന്നണം കഴിക്കണം എന്നൊക്കെ തോന്നണം, അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊള്ളിയും ചമ്മന്തിയും ചായയൊക്കെ കൂടി കഴിഞ്ഞു ശേഷം കുളിക്കണം. അപ്പോൾ കുളിയൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച സമയത്തേക്ക് കുളിക്കുള്ളൂ കേട്ടോ. വീട്ടിലത്തെ പോലെ ചളവറ അവിടുത്തെ പോലെ ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു 10 മണിയുടെ ഉള്ളിൽ എങ്ങനെയായാലും ഞാൻ കുളിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുളിയില്ല, നനയില്ല, പണിയുമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ എൻ്റെ. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളി നനയും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫുള്ള് വെയ്യാത്ത പോലെ ആയിരിക്കും. ഫുൾ കിടപ്പും ഫുഡടിയും എന്താ പറയുക ഉറക്കവും അതൊക്കെ തന്നെ ആയിരിക്കും. ഞാനങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്തൊക്കെയോ മുഖത്ത് തേക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അമ്മ എല്ലാം ഉണ്ടാക്കിയത് ഞാനും അമ്മ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ കോഫി പൗഡറൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫേസ് പാക്ക് പോലെ കേട്ടോ. കുറേ പനിയൊക്കെ പിടിച്ചിട്ട് മുഖമൊക്കെ ആകെ അലമ്പായിട്ടായിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിന്നൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ. ഇതിപ്പോൾ ഓവറായി തോന്നുന്നു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ കണ്ടിട്ട് പേടിയുണ്ട്. ഞാനല്ലേ കരിമ്പൂ മീശുണ്ട്. അപ്പ അടക്കത് കാണുമ്പോ എന്താ തോന്നുന്നത്? അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കറി വയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ. മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അയിലയും ഉണ്ടായിരുന്നു, മത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കണ്ടിരുന്നിട്ട് ചോറും കറിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ വന്നിട്ട് ടി വിയുടെ മുന്നിലൊന്നും ഇരിക്കും കേട്ടോ. അല്ലാതെ ഞാൻ ടി വിയുടെ മുന്നിലൊന്നും ഇരിക്കില്ല. എനിക്ക് ടി വിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഫോണിനോടാണ് കൂടുതലും ഇഷ്ടം, ടി വിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വന്നിട്ട് ഇരുന്നേ ഉള്ളൂ. ഏട്ടൻ്റെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ്റെ ഒക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞാനപ്പോഴത്തേന് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, കുളിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ സമയം. പക്ഷെ കണ്ടു കഴിഞ്ഞൊരു 7 മണിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ ഉണ്ട് കേട്ടോ. നല്ല മഴയാണ്. എന്താ പറയുക വീഡിയോയിൽ കാണുമ്പോൾ അത്ര അറിയണില്ലെങ്കിലും നല്ല പെരുമഴയാണ് കേട്ടോ. ഇടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ 3 പേരും ഇത് കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കുസ്തി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മു ഇത് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് അവർക്ക് പഠിക്കാനുണ്ട് എഴുതാനുണ്ട് എന്നൊക്കെ കൊണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും കുറേ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ടി വി ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം നല്ല ഇടിമിന്നലൊക്കെ ഉള്ള കാരണം ടി വി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏട്ടവിടെ വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് കറണ്ടും പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി അമ്മുവിൻ്റെ ബണ്ണൊക്കെ എടുത്ത് കയ്യിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. നാളെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.